ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെബ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ phpMyAdmin ട്യൂട്ടോറിയൽ ആണ്. അതായത് phpMyAdmin എന്ന് പറഞ്ഞാൽ നമ്മളെ MySql ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് phpMyAdmin എന്ന സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നോർമലായിട്ട് നമ്മൾ PHP ബാക്കെൻഡ് വെച്ച് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ MySql ഡാറ്റാബേസ് യൂസ് ചെയ്യുക. ആ ടൈമിൽ നമുക്ക് MySql ഡാറ്റാബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അപ്ഡേഷൻ, എഡിഷൻ, ബാക്കപ്പ് എടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ phpMyAdmin യൂസ് ചെയ്യും. നമുക്ക് phpMyAdmin നമ്മൾ ലാപ്ടോപ്പിൽ രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന്, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മൾ ലാപ്ടോപ്പിൽ PHPയും MySqLും അപ്പാഷെ സെർവറും ഇൻസ്റ്റാൾ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ phpMyAdmin വർക്ക് ചെയ്യുള്ളൂ. അതായത് phpMyAdmin എന്നുള്ള ടൂള് PHP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അതിന് ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി വാം സെർവർ ഉണ്ട്. വാം സെർവർ ഡൗൺലോഡ് ചെയ്താൽ മതി, അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായി കിട്ടും. ഇല്ലെങ്കിൽ ലിനക്സ് ആണെങ്കിൽ ലാംപ് സെർവർ, അല്ലെങ്കിൽ എക്സാം സെർവർ, നമ്മൾ ആപ്പിൾ ആണെങ്കിൽ യൂസ് ചെയ്താൽ മതി. വാം സെർവർ നമ്മൾ വാം സെർവറിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഏതാ 64 ആണോ 32 ബിറ്റ് ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വാം സെർവർ എന്ന് സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. വാം സെർവർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് റെഡ് വന്ന് ഓറഞ്ച് വന്ന് ഗ്രീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഗ്രീൻ ആയെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഉണ്ടോ? ഗ്രീൻ ആയി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഉണ്ടാവും നമുക്ക് phpMyAdmin എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം ബ്രൗസറിൽ. അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗസറിൽ ഇങ്ങനെ ലോക്കൽ ഹോസ്റ്റ് phpMyAdmin എന്ന് സെർച്ച് ചെയ്താലും മതി. സെർച്ച് ചെയ്യേണ്ട അഡ്രസ്സിൽ കയറിയാലും മതി. ഇതാണ് അതിന്റെ ഹോം പേജ് phpMyAdminന്റെ. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച ഡാറ്റാബേസ് ആണ്. ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഡാറ്റാബേസ് ഉണ്ടാവില്ല, പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. അതുപോലെ മെയിൻ ആയിട്ട് ഇത്രയും മെനു ആണ് phpMyAdmin ഉള്ളത്. നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, SQL ക്വറി മാനേജ് ചെയ്യാം, അതിന്റെ സ്റ്റാറ്റസ് അറിയാം, എത്ര യൂസേഴ്സ് ഉണ്ട് അറിയാം, എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം, സെറ്റിങ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ കുറച്ച് മെനൂസ് ഉണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത് ഡയറക്റ്റായി ഹോം പേജിൽ പോയത്. അല്ലെങ്കിൽ അത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ആദ്യം മുതൽ ലോഗ് ഔട്ട് ചെയ്ത് കയറി വരികയാണ്. കണ്ട ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ വിൻഡോ വരിക, ലോഗിന്. അതിൽ യൂസർ നെയിം എപ്പോഴും റൂട്ട് ഡീഫോൾട്ട് ആണ് വാം സെർവറിൽ. പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ബ്ലാങ്ക് ആയി കൊടുത്താൽ മതി. പിന്നെ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, MySqL, MariaDB. നമ്മൾ നോർമലായിട്ട് MySqL ആണ് യൂസ് ചെയ്യുക. MariaDB വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. MySqL സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗോ കൊടുക്കുക. നമ്മൾ ഹോം സ്ക്രീനിലെത്തി. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റാബേസ് നെയിം നമുക്ക് എന്ത് കൊടുക്കാം? ഞാൻ ഇവിടെ PHP അല്ലെങ്കിൽ വെബ് മലയാളം എന്ന് കൊടുക്കാം. വെബ് മലയാളം ഓൾറെഡി ഉണ്ടോ നോക്കട്ടെ. ഇതിൽ ഇല്ല, അപ്പോൾ വെബ് മലയാളം കൊടുക്കുകയാണ്. ഐഫോൺ അണ്ടർസ്കോർ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് അതിന്റെ ഡാറ്റാബേസ് കുറെ കാറ്റഗറീസ് ഉണ്ട്. അത് നിങ്ങൾ ഡീഫാൾട്ട് ആയിട്ടുള്ളത് ചെയ്താൽ മതി. അതിന് വല്ല പ്രൊജക്റ്റിലും സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. കണ്ടോ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് ക്രിയേറ്റ് ആവും. പിന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുക നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഈ SQL ക്വറി അടിച്ചിട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് മാനുവലായി ചെയ്ത് കാണിച്ചു തരാം. ടേബിളിന്റെ നെയിം കൊടുക്കണം ആദ്യം. എന്ത് കൊടുക്കാം?
ഞാൻ ടേബിൾ 1 കൊടുക്കുകയാണ്. ടേബിൾ 1. പിന്നെ അതിന്റെ കോളംസ്, നമ്മൾ ടേബിൾ ആകുമ്പോൾ കുറെ കോളംസ് ഉണ്ടാവുമല്ലോ. നമ്മളൊരു ടേബിൾ ആകുമ്പോൾ നെയിം, ഏജ്, അങ്ങനെ അഡ്രസ്സ് കുറെ കൊടുക്കുമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയതുകൊണ്ട് 2 കൊടുക്കുന്നുള്ളൂ. അത് കൊടുക്കുക. എന്നിട്ട് ഗോ കൊടുക്കുക. എന്നിട്ട് ആ ഫീൽഡ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫസ്റ്റ് ഏതാ ഫീൽഡ്, ഞാൻ ഫസ്റ്റ് ഫീൽഡിന് ID എന്ന് കൊടുത്തു. രണ്ടാമത്തേന് നെയിം എന്ന് കൊടുക്കുകയാണ്. പിന്നെ അതിന്റെ ഡാറ്റാബേസ് ടൈപ്പ് ഏതാണെങ്കിലും ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇൻറ്റ്, വാർക്കർ, ടെക്സ്റ്റ്, ഡേറ്റ്. ID സാധാരണ 1 2 3 ആയതുകൊണ്ട് ഞാൻ ഇൻറ്റ് കൊടുക്കുകയാണ്. അതിന്റെ എത്ര ലെങ്ത് കൊടുക്കാം. പിന്നെ ഡീഫാൾട്ട് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം, അത് ആവശ്യമില്ല. പിന്നെ കൊളാഷൻ അതൊന്നും ആവശ്യമില്ല. പിന്നെ നൾ വാല്യൂ എടുക്കണോ, നൾ വാല്യൂ വേണ്ട, അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ നമുക്ക് കീ കൊടുക്കാണ്ട്, നമുക്ക് SQL അറിയുന്നവർക്ക് അറിയാം, പ്രൈമറി കീ, യൂണിക് കീ, അത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുക്കാം. നമ്മൾ ടേബിളിൽ ഓരോ വാല്യൂ ആഡ് ചെയ്യുമ്പോഴും 1 2 3 ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ഇൻക്രിമെന്റ് ചെയ്തു, അത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കമന്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ വെർച്വലാലിറ്റി വേണമെങ്കിൽ കൊടുക്കാം. മൂവ് ടു കോളം, ഈ കോളത്തിന്റെ മൂവ് ചെയ്യണോ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ആവുന്ന നടക്കുന്നത്, രണ്ടാമത് മൂന്നാമത് വേണമെന്നുണ്ട്. ഇതൊന്നും സാധാരണ യൂസ് ചെയ്യാറില്ല. ഇത്ര കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ നെയിമിന് വാർക്കർ കൊടുത്തു, ടെക്സ്റ്റ് ആയതുകൊണ്ട് അതിന് എത്ര ഫീൽഡിന് എത്ര അത് കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കാം. ഉണ്ട്, നമ്മൾ ടേബിൾ ഇതിൽ വെബ് മലയാളത്തിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിൾ 1 എന്നുള്ളത്. ഇതിലിപ്പോ ID, നെയിം 2 ഫീൽഡാണ്, വാല്യൂ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ നമ്മൾ ഇങ്ങനെ മാനുവലായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ SQL എന്നുള്ള ഒരു ഇതുണ്ട്, ടാബുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ക്വറി അടിച്ചിട്ടും കൊടുക്കാം. ഇതിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ വേർ 1 കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് എല്ലാം നമുക്ക് കോഡ് വഴി, SQL കമാൻഡ് വഴി ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ, ഇത് ടേബിളിന്റെ നെയിം ഞാൻ ടേബിൾ 2 എന്ന് കൊടുക്കുകയാണ്. അതുപോലെ ഫീൽഡ്സ് കൊടുക്കണം നമുക്ക്. ഞാൻ ഒറ്റ ഫീൽഡേ കൊടുക്കുന്നുള്ളൂ, ഏജ് എന്നുള്ള ഒരു ഫീൽഡ് കൊടുക്കുകയാണ്. അതിന്റെ ഡാറ്റ ടൈപ്പ് വാർക്കർ, പിന്നെ അതിന് എത്ര ഇത് വേണ്ടെന്ന് സൈസ്, അത് ഞാൻ 22 കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഗോ കൊടുക്കുക. അവിടെ പുതിയ ടേബിൾ 2 ക്രിയേറ്റ് ചെയ്തു. അതിൽ ഏജ് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ടേബിൾ 1ലേക്ക് തന്നെ പോവാണ്. ഇനി അതിന്റെ സ്ട്രക്ചർ നമുക്കിപ്പോ മുന്നേ എന്താണെന്ന് ചെയ്തു വെച്ച് നോക്കണമെങ്കിൽ ഈ സ്ട്രക്ചർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. ID, അതിന്റെ ഡാറ്റ ടൈപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ചേഞ്ച് ക്ലിക്ക് ചെയ്താലേ നമുക്ക് ഡാറ്റ ടൈപ്പ് വാർക്കർ മതി. എന്നിട്ട് സേവ് കൊടുക്കാം. എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അത് ചേഞ്ച് ആയി. അതുപോലെ നമുക്കിപ്പോൾ ഒരു ടേബിൾ ആവശ്യമില്ല, നമുക്ക് ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം ടേബിൾ ഉണ്ടാക്കി, ഇനിയിപ്പോൾ ഒരു ഫീൽഡ് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എത്ര ഫീൽഡ് വേണം ആഫ്റ്റർ ഈ നെയിമിന് ശേഷം നമുക്കൊരു കോളം കൂടി ഉണ്ടാക്കാം. ഞാൻ എൻ്റെ നെയിം അഡ്രസ് കൊടുക്കുകയാണ്. വാർക്കർ ലെങ്ത് കൊടുത്തു, സേവ് കൊടുത്തു. നമുക്ക് ടേബിൾ 1 ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നെയിം അഡ്രസ് 2 ഫീൽഡ് ആയി. ഈ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഈ SQL ക്വറി അറിയെങ്കിൽ ആ ക്വറി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, എല്ലാ കാര്യങ്ങളും ക്വറി വെച്ചിട്ടും ചെയ്യാം. ഈ phpMyAdmin യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാനുവൽ ആയിട്ടുള്ള അതും ചെയ്യാം. പിന്നെ അടുത്ത ടാബ് സെർച്ച് ആണ്. സെർച്ച് ചെയ്യുന്നതിന്റെ മുന്നേ, സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്തെടുക്കാനാണ്. അതിന് മുന്നേ ഞാൻ ഇൻസേർട്ട് ചെയ്താൽ, ഇൻസേർട്ട് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെയിം, അഡ്രസ് അതുണ്ടല്ലോ, അതെപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് 2 ആഡ് ചെയ്യേണ്ട രീതിയിൽ വരും. നമുക്ക് ഒന്ന് ഉള്ളെങ്കിൽ 1 കൊടുത്തിട്ട് ഗോ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒരു റോ അതിൽ ആഡ് ചെയ്യും. ബ്രൗസ് കൊടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവും അത്ര നെയിമും അഡ്രസ്സും വന്നു. ഇനിയിപ്പോൾ 2 ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തതിലും റോയിലും ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഗോ എന്ന് കൊടുത്താൽ മതി. ഇതിൽ ഏത് ഗോ കൊടുത്താലും ഒരുപോലെ വരിക.
രണ്ട് റോ ഒരുമിച്ച് ആഡ് ചെയ്യും. കണ്ടോ, അത്രയും രണ്ടും വന്നു. ഇനി നമുക്ക് സെർച്ച് കാണിച്ചു തരാം. ഇനിയിപ്പോ നെയിമിൽ ഞാൻ ലൈക്ക് എന്ത് സെർച്ചിന് കുറെ ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം, കൊറിയർ ചെയ്യുന്നവർക്കറിയാം ഈക്വൽ ടു നെയിം ഈക്വൽ ടു 1 ഉള്ളത് റോ നമുക്ക് സെലക്ട് ചെയ്ത് വരണം. അപ്പൊ അത് 1 കൊടുത്തിട്ട് കൊടുക്കുക. സോറി, അഡ്രസ് ആണ് 1 ഉള്ളത്. അപ്പൊ നമ്മൾ ഈ അഡ്രസ്സിന്റെ ഫീൽഡ് പോവുക, അഡ്രസ് ഈക്വൽ ടു കൊടുക്കുക. ലൈക്ക് ആണെങ്കിൽ ലൈക്ക് കൊടുത്താൽ മതി. എന്നിട്ട് 1 ടൈപ്പ് ചെയ്യുക. കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും ആ റിസൾട്ട് വന്നു. സെയിം കാര്യങ്ങൾ നമുക്ക് ഈ കൊറി SQL റൺ ചെയ്താലും സെയിം റിസൾട്ട് നമുക്ക് കിട്ടും. SQL വേണമെങ്കിൽ SQL ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മാനുവലായിട്ടും ചെയ്യാം. കണ്ടോ, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ 1 വേർ അഡ്രസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ ഇത് വന്നു. ഇനി അടുത്ത ഓപ്ഷൻ ഇൻസെർട്ട് നമ്മൾ ചെയ്തു, എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ട് കൊടുത്താൽ നമുക്ക് നമ്മളെ ഈ ഡാറ്റാബേസിന്റെ ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പോർട്ട്. അതായത് നമ്മളിപ്പോ ലോക്കൽ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്തു, സെർവർക്ക് ഈ ഫയൽ അപ്ലോഡ് ചെയ്യണ കാര്യങ്ങൾ എങ്കിൽ നമുക്ക് എക്സ്പോർട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റണമെങ്കിൽ എല്ലാം എക്സ്പോർട്ട് കൊടുത്താൽ മതി. അതില് ഫോർമാറ്റ് ഉണ്ട്. നമുക്ക് SQL ഫോർമാറ്റിൽ എടുക്കാം, CSV എടുക്കാം, അങ്ങനെ PHP PDF ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്, ക്വിക്ക്, കസ്റ്റം. കസ്റ്റം മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ, എന്തെങ്കിലും ടേബിളിന്റെ നെയിം അങ്ങനെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാം. അതൊന്നും അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ക്വിക്ക് വെച്ചിട്ട് SQL ഫോർമാറ്റിൽ ഒന്ന് കൊടുത്താൽ നമുക്ക് അത് ഡൗൺലോഡ് ആയി കിട്ടും. SQL ഫയല് നമ്മൾ ആ ടേബിൾ മാത്രം ഡൗൺലോഡ് ആയത്. ഇപ്പോൾ ഇങ്ങനെ ഡൗൺലോഡായി. ഇനി അതുപോലെ ഇപ്പോൾ ഡാറ്റാബേസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആ ഫുള്ള് ഡാറ്റാബേസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. SQL ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്തു. അടുത്ത ഞാൻ ടേബിൾ 1 നമുക്ക് ഇതിലുള്ള വാല്യൂസ് എല്ലാം ഒരു എക്സൽ ഷീറ്റ് ആയിട്ട് വേണം. അതിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. എക്സൽ ഷീറ്റ് ആയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഫോർമാറ്റ് CSCO അല്ലെങ്കിൽ CSV ഫോർ MS Excel കൊടുക്കാം. എന്നിട്ട് ഗോ കൊടുക്കുക. ഇപ്പോൾ എക്സൽ ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും. അതിന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മളെ ഫീൽഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നെയിം, അഡ്രസ് എല്ലാം നമുക്ക് എക്സൽ ഫയലിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അടുത്തതാണ് ഇമ്പോർട്ട്. നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഇമ്പോർട്ട് ചെയ്ത് എടുക്കാം. അതിന് നമ്മളിപ്പോ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ടേബിൾ 1 ഞാൻ വേറൊരു ഡാറ്റാബേസ് എടുക്കുകയാണ്. ടെസ്റ്റ് എന്നുള്ള ഡാറ്റാബേസ് ഉണ്ട്. അതിൽ ഓൾറെഡി 2 ഡെമോ ടേബിൾ ഉണ്ട്. ഞാൻ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ ടേബിൾ 1 ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ടേബിൾ 1 SQL ഫയല് ഓപ്പൺ കൊടുക്കുക. അതിന്റെ ഫോർമാറ്റ് അല്ല SQL ആണ്. നമ്മൾ CSV ആണെങ്കിൽ CSV കൊടുക്കണം. എന്നിട്ട് ഗോ കൊടുക്കുക. കണ്ടോ, ഇവിടെ ടേബിൾ 1 നമുക്ക് ഇതിൽ കിട്ടി. അതെല്ലാ ഡാറ്റയും വേറെ ഡാറ്റാബേസ് കിട്ടി. ഇനി അടുത്ത മെനു
പ്രിവിലേജസ് ആണ്. നമുക്ക് കുറെ പ്രിവിലേജസ് ഉണ്ട്, അതെല്ലാം ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. അതൊന്നും അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളല്ല, നമ്മൾ സാധാരണ ഇതിലൊന്നും ചെയ്യാറില്ല. പിന്നുള്ളത് ഓപ്പറേഷൻ ആണ്. ഒരുപാട് ഓപ്പറേഷൻ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ടേബിള് വേറെ ഏതെങ്കിലും ഡാറ്റാബേസിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ടേബിൾ 2 ഈ ടെസ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ, അതിന് ഓപ്പറേഷനിൽ പോവാ, ടേബിൾ 2 സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റിൽ കൊടുത്തു. ടേബിൾ 2 ടെക്സ്റ്റ് എന്ന ഡാറ്റാബേസിലേക്ക് വന്നു. വെബ് മലയാളത്തിൽ നിന്ന് പോവുകയും ചെയ്തു. ടേബിൾ 1 മാത്രമേ ഉള്ളൂ. ഇനി വേറെയുള്ള ഓപ്പറേഷനിൽ ഇതിന്റെ ടേബിളിന്റെ പേര് നമുക്ക് റീനെയിം ചെയ്യാം. ഞാൻ ഇപ്പോൾ ടേബിൾ 1 എന്നുള്ളത് ടേബിൾ 3 ആക്കണം. എന്നിട്ട് ഗോ കൊടുക്കുക. ഉണ്ടോ, ടേബിളിന്റെ നെയിം ടേബിൾ 3 ആയി. അതുപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ടേബിൾ കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പൊ ടേബിൾ 3 ടേബിൾ നമ്മളെ വെബ് മലയാളത്തിലും വേണം, ടെസ്റ്റിലും വേണം, രണ്ട് ഡാറ്റാബേസിലും വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി, മൂവ് ചെയ്യാതെ. അപ്പൊ അതിനെ ടെസ്റ്റ് കൊടുത്തു. പിന്നെ ഓപ്ഷൻ സ്ട്രക്ചർ മാത്രം മതി, അതിന്റെ ഡാറ്റ വേണമെന്നുണ്ട്, അല്ലെങ്കിൽ ഡാറ്റ മാത്രം മതി. അപ്പൊ ഞാൻ സ്ട്രക്ചർ മാത്രം കൊടുക്കുക, ഡാറ്റ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഗോ കൊടുക്കുക. അവിടെ ടേബിൾ 3 ടെസ്റ്റിൽ വന്നു, എംപ്റ്റി ആണ്, സ്ട്രക്ചർ മാത്രം കൊടുത്തതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് മോഡിഫൈ ചെയ്യാനുള്ള, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്പറേഷൻ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ടേബിള് ട്രങ്കേറ്റ് ചെയ്യുക, അതിലുള്ള വാല്യൂസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ ടേബിൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡ്രോപ്പ് ടേബിൾ കൊടുത്താൽ ടേബിൾ 3 ഡിലീറ്റ് ആയി. ഇതെല്ലാം നമുക്ക് ഈ കൊറിയയിലും വെച്ച് ചെയ്യാം. ഇങ്ങനെ മാനുവൽ വെച്ച്, കൊറിയ അറിയില്ലെങ്കിൽ മാനുവൽ വെച്ച് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത് ട്രിഗേഴ്സ് ആണ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യമാണ്. വലിയ വലിയ പ്രൊജക്റ്റിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. ഇതിൽ നമുക്ക് സ്റ്റോർ പ്രൊസീജിയർ ചെയ്യാം. അതായത് കുറച്ച് SQL ക്വറീസ് എല്ലാം സേവ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യാനൊക്കെ പറ്റും. അത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അത്ര അത്യാവശ്യമല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മള് phpMyAdmin ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.